ഇന്ത്യൻ നാവികന്റെ മരണത്തിന് പിന്നാലെ ഇറാൻ നാവികസേനയെ ലക്ഷ്യമിട്ട് അമേരിക്ക കനത്ത വ്യോമ നാവിക ആക്രമണങ്ങൾ ആരംഭിച്ചു. ചരിത്രത്തിൽ ആദ്യമായി ജലത്തിലൂടെ സഞ്ചരിക്കുന്ന വൺ വേ അറ്റാക്ക് സർഫസ് ഡ്രോണുകൾ ഉപയോഗിച്ചാണ് അമേരിക്ക ഇറാനിയൻ കപ്പലുകൾക്കു നേരെ ആക്രമണം നടത്തിയത്. ബന്ദർ അബ്ബാസ് തുറമുഖത്തെ ഇറാന്റെ നാവിക കേന്ദ്രം, മുങ്ങിക്കപ്പലുകൾ, കപ്പൽ അറ്റകുറ്റപ്പണി നടത്തുന്ന കേന്ദ്രങ്ങൾ എന്നിവ ലക്ഷ്യമിട്ട് US സെൻട്രൽ കമാൻഡ് നടത്തിയ 3 കോർസൈർ ഡ്രോൺ ആക്രമണങ്ങളുടെ ദൃശ്യങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട്. ഇറാന്റെ ആക്രമണശേഷി തകർക്കാനായി തുടർച്ചയായ 3ാം രാത്രിയും US സൈന്യം ബന്ദർ അബ്ബാസ്, കിഷ് ദ്വീപ്, ജാം, ഖേഷം ദ്വീപ് എന്നിവിടങ്ങളിൽ ബോംബിംഗ് തുടരുകയാണ്. ഇതിനിടയിൽ മധ്യ ഇറാനിലെ സാഗ്രോസ് പർവ്വതനിരകളിൽ ഭൂമിക്കടിയിൽ കനത്ത സുരക്ഷയോടെ സ്ഥിതി ചെയ്യുന്ന ഇറാന്റെ പിക്കാക്സ് ആണവ കേന്ദ്രം ബോംബെറിഞ്ഞ് തകർക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പരസ്യമായി ഭീഷണി മുഴക്കി. കഴിഞ്ഞ വർഷം ജൂണിൽ US ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് ആക്രമിച്ച നദാൻസ് ആണവ നിലയത്തിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ അകലെയായാണ് ഈ പ്രദേശം. അതീവ രഹസ്യ സ്വഭാവമുള്ള ആണവ നിലയമാണ് പിക്കാക്സ് മൗണ്ടൻ. ഇതാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. രഹസ്യ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രമോ അല്ലെങ്കിൽ ആയുധ നിലവാരത്തിനടുത്തുള്ള യുറേനിയം സൂക്ഷിക്കുന്നതിനുള്ള രഹസ്യ കേന്ദ്രമോ ആണിതെന്നാണ് വിലയിരുത്തൽ. ഇവിടത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോഴും സജീവമാണെന്ന ഉപഗ്രഹ ചിത്രങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ആശങ്കകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. ഇറാൻ തങ്ങളുടെ യുറേനിയം സമ്പുഷ്ടീകരണത്തിനോ അല്ലെങ്കിൽ അവ സംഭരിക്കാനോ ഈ കേന്ദ്രം ഉപയോഗിക്കുന്നുണ്ടാകാമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇതിനെതിരെ കടുത്ത നടപടികൾ കൈക്കൊള്ളുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയതോടെ മേഖലയിൽ വീണ്ടും യുദ്ധഭീതി ഉയരുകയാണ്. വാണിജ്യ കപ്പലുകൾക്ക് ഹോർമൂസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കാൻ 20% ഫീസ് ഏർപ്പെടുത്തിയ ട്രംപ് ഇറാനുമേൽ കടുത്ത സാമ്പത്തിക ഉപരോധവും പ്രഖ്യാപിച്ചു. എന്നാൽ ഇതിന് തിരിച്ചടിയായി USന്റെ ഒരു കപ്പലിന് നേരെ തങ്ങൾ ക്രൂയിസ് മിസൈൽ ആക്രമണം നടത്തിയതായി ഇറാനും അവകാശപ്പെട്ടു. ഹോർമൂസിലെ സംഘർഷം പശ്ചിമേഷ്യ ആകെ ബാധിച്ചുകൊണ്ട് യമനിലേക്കും പടരുകയാണ്. യമനിൽ ഇറാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഹൂത്തി വിമതരുടെ നിയന്ത്രണത്തിലുള്ള സന അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് കനത്ത ആക്രമണമുണ്ടായി. ഇറാനിൽ നിന്നുള്ള വിമാനങ്ങൾ ലാൻഡ് ചെയ്യുന്നത് തടയാനാണ് ഈ ആക്രമണമെന്നും ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം സൗദി അറേബ്യയുടെ പിന്തുണയുള്ള യമൻ ഔദ്യോഗിക സർക്കാർ ഏറ്റെടുക്കുന്നതായും വൃത്തങ്ങൾ അറിയിച്ചു. ഇതിന് പ്രത്യാക്രമണമായി സൗദി അറേബ്യയിലെ അബ വിമാനത്താവളത്തിന് നേരെ തങ്ങൾ മിസൈൽ ആക്രമണം നടത്തിയതായി ഹൂത്തി വിമതരുടെ വക്താവ് യഹ്യ സാരി വ്യക്തമാക്കി. അന്താരാഷ്ട്ര വിപണിയെയും ആഗോള ഇന്ധന വിതരണത്തെയും പൂർണ്ണമായി തകിടം മറിക്കുന്ന രീതിയിൽ വൻശക്തി രാജ്യങ്ങൾ നേരിട്ട് ഏറ്റുമുട്ടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത് ലോകരാഷ്ട്രങ്ങളെ ആകെ കടുത്ത ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്.